ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിലുണ്ടല്ലോ, നമ്മുടെ ഉണ്ണി പറയുന്നുണ്ടല്ലോ, അവരെങ്ങാനും ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ പിന്നെ ആ ഒരു സ്വത്തിന്റെ അവകാശി ആ ഒരു കുഞ്ഞായിരിക്കും എന്ന് പറയുന്നത് കേട്ടതോടുകൂടി നമ്മുടെ ദുർഗയും നമ്മുടെ മഞ്ജുവും കരുണയും ഇങ്ങനെ ആകപ്പാട് ഞെട്ടി നിൽക്കുന്ന ഒരു രംഗത്തിലാണല്ലേ നമ്മുടെ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പൊ പുതിയ എപ്പിസോഡിൽ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണന്റെ അടുക്കൽ ചെന്നിട്ട് അവർ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുവാട്ടോ. നമ്മൾ വൈകാതെ ഒരു അച്ഛനും അമ്മയും ആകും, കണ്ണിട്ട് എണീറ്റ് നടക്കും എന്നൊക്കെ. അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ടോ, നടക്കാത്ത സ്വപ്നം, തനിക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ തനിക്ക് വേറെ കെട്ടേണ്ടതേ നിവർത്തിയുള്ളൂ, താൻ വേറെ കെട്ടാൻ പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ തമാശ കേട്ടോ. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണിട്ട് വേണ്ടാത്തൊന്നും പറയില്ല കേട്ടോ, കണ്ണിട്ടൻ എണീറ്റ് നടക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒരു കുഞ്ഞുണ്ടാകുമല്ലോ, ദൈവത്തിന്റെ അനുഗ്രഹം പോലെ എല്ലാം നടക്കും കണ്ണേട്ട, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ഒരു സ്വപ്നം കാണുക, ഇവർക്കൊരു പെൺകുഞ്ഞുണ്ടാകുന്നതും ആ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുന്നതും കണ്ണൻ എണീറ്റ് നടക്കുന്നതും കണ്ണനും മഹാലക്ഷ്മിയും കൂടി കുഞ്ഞിന്റെ പുറകെ ഓടുന്നതും ഇവരൊരു പാർക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതും. ആ എന്തൊരു സുന്ദരമായ സ്വപ്നമാണെന്നോ. ഈ ഒരു കാഴ്ചയാണ് നമ്മുടെ പ്രേക്ഷകരും ആഗ്രഹിച്ചിരിക്കുന്നത് അല്ലെ. അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി കണ്ണന്റെ അടുക്കൽ വന്നിട്ട് അന്നത്തെ ചികിത്സയെ പറ്റി വീണ്ടും ചോദിക്കുന്നുണ്ട്. അന്ന് എന്താണ് കണ്ണേട്ട ചികിത്സ നിർത്തിക്കളഞ്ഞത്, എങ്ങനെയാണ് ചികിത്സ നിർത്തിക്കളഞ്ഞത്, എന്താണെന്ന് സംഭവിച്ചത്, എന്നോടൊന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ഓരോന്നിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, എടോ കാണാത്ത ഡോക്ടർമാരില്ല, വിദേശത്ത് പോലും എല്ലാ സ്ഥലത്തും വൈദ്യന്മാരെ എല്ലാവരെയും കണ്ടതാണ്, പക്ഷെ ഇനി എനിക്ക് അതുകൊണ്ട് ഒരു വിശ്വാസം ഇല്ലടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, പക്ഷെ ആരൊക്കെയോ കണ്ണേട്ടനെ ശരിയാക്കാൻ വേണ്ടി ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ കണ്ണൻ ആകെപ്പാടിങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇവള് ഇനി പറഞ്ഞത് നടക്കോ, ഇവള് ഇനി കുഞ്ഞിന്റെ പേരിൽ കുറെ ആയാലും ഇപ്പൊ കൊതിക്കുന്നേ, ഇവളുടെ മനസ്സ് ആ ഒരു കരുണ പ്രജ്ഞനാണെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടല്ലോ എന്നൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണന്റെ മനസ്സിലൂടെ പോകുന്നത്. ഇതിനിടയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ പ്രേക്ഷകർ. നമ്മുടെ സാഗർ നമ്മുടെ മഹാലക്ഷ്മിയുടെ മനസ്സ് നടക്കാൻ വേണ്ടി ആ ഒരു ഫ്രണ്ടിന്റെ ഫോണിൽ നിന്ന് കുറച്ച് എന്താ പറയാ കുട്ടികളുടെ ഫോട്ടോയും ഭാര്യ ഭർത്താക്കന്മാരിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി അത് കണ്ടപാടെ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് ആരെയും അയക്കുന്നേ, ഇതൊക്കെ കണ്ട കണ്ണേട്ടന് സങ്കടമാകുമല്ലോ എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അത് ഡിലീറ്റ് ചെയ്യുമായിരിക്കും കേട്ടോ ചെയ്യുന്നത്. ആ ഒരു സംഭവം കൂടി ഈ ഒരു എപ്പിസോഡിനിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. നമ്മുടെ കണ്ണൻ എത്രയും വേഗം എണീറ്റ് നടക്കുന്നതാണ് നമുക്ക് പ്രേക്ഷകർക്കും ഇഷ്ടം അല്ലെ. പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അങ്ങനത്തെ ഒരു കിടിലൻ രംഗങ്ങൾക്കായി. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.